everyone, welcome to Kids Area Online. Kids Area Online-ൽ ഏപ്രിൽ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഏപ്രിൽ 1 മുതലാണ് വെക്കേഷൻ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി ക്ലാസ്സസ് ഈ വെക്കേഷനിൽ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് ആയിട്ടുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, അതായത് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും എഴുതാനും കൂട്ടി വായിക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ട് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് വേണമെന്നുള്ളവർക്ക് ഇംഗ്ലീഷിൻ്റെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നൽകുന്നുണ്ട്. ഹിന്ദി ആവശ്യമുള്ളവർക്ക് ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ചും ക്ലാസ്സസ് എടുക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് വേണമെങ്കിലും എടുക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, കുട്ടികൾക്കായി നല്ലൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ കുട്ടികൾ അറിഞ്ഞിരുന്നാൽ എളുപ്പത്തിൽ എക്സാം എഴുതാൻ അവർക്ക് സാധിക്കും. അതായത് തെറ്റൊന്നും കൂടാതെ അവരുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി, അവരുടെ മനസ്സിലെ ആശയങ്ങൾ എഴുതാനായിട്ട് അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകും. മാത്തമെറ്റിക്സ് ബേസിക്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ മുതൽ STD 1 to STD 5 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇപ്പോഴും ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 1 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷനും സ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, ലൈവായിട്ടാണ് കേട്ടോ ക്ലാസ് ഉള്ളത്, ലൈവ് ക്ലാസ്സുകളാണ്. അതുപോലെ ഏതെങ്കിലും ദിവസം പങ്കെടുക്കാൻ കഴിയാതിരുന്നാൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ആവശ്യം, അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ശ്രദ്ധിക്കുക. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഹലോ ചിൽഡ്രൻ. STD 4 മലയാളം എക്സാം ആയിരുന്നു. മലയാളം എക്സാം വളരെ എളുപ്പമുള്ളതായിരുന്നു. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലോ? ആദ്യത്തെ ചോദ്യം വായിക്കാം എഴുതാം എന്നുള്ളതാണ്. മഞ്ഞക്കാടൻ മല ഒരു ചെറിയൊരു ഭാഗം നൽകിയിട്ടുണ്ട്. മഞ്ഞക്കാടൻ മല കയറാനുള്ള ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് പൂവണിയാൻ പോകുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ 25 കുട്ടികളും 2 അധ്യാപകരും 4 രക്ഷിതാക്കളുമുള്ള സംഘം സ്കൂൾ ബസ്സിൽ മഞ്ഞക്കാടൻ മല ലക്ഷ്യമാക്കി പുറപ്പെട്ടു. വെള്ളവും പലഹാരവുമുള്ള സഞ്ചി കയ്യിലെടുത്തോളൂ. അബ്ദു മാഷയുടെ നിർദ്ദേശം കേട്ടപ്പോഴാണ് മഞ്ഞക്കാടൻ മലയുടെ അടിവാരത്തെത്തിയതായി ആതിരയ്ക്ക് മനസ്സിലായത്. ശ്രദ്ധിച്ചു കയറണം, സൗമ്യ ടീച്ചറുടെ നിർദ്ദേശം. ഇരുപുറവും ഇടതിങ്ങിയ കുറ്റിക്കാടുകൾക്ക് നടുവിലൂടെ ഉറുമ്പിൻ കൂട്ടം പോകുന്നത് പോലെ താളത്തിലുള്ള യാത്ര. ഏറ്റവും മുന്നിൽ PTA പ്രസിഡന്റ് അജേഷ്, ഏറ്റവും പുറകിൽ ലിസി ടീച്ചർ. കാരമുള്ളു കുത്തി മുറിവായിട്ട് കൂടി ആരും പരാതിപ്പെടുന്നത് കണ്ടില്ല. വിശാലമായ മൈതാനം പോലുള്ള മുകൾ ഭാഗത്ത് കുടചൂടി നിൽക്കുന്ന ഇല്ലിക്കൂട്ടം. അതിന്റെ തണലിൽ ഇരുന്ന് ക്ഷീണമകറ്റി വീണ്ടും കയറ്റം ആരംഭിച്ചു. ഞങ്ങളെ കണ്ട് പന്ത് പോലെ തെന്നിത്തെറിച്ചു പോകുന്ന കാട്ടുപന്നിക്കൂട്ടം അല്പം ഭയം സൃഷ്ടിച്ചു. മയിലിന്റെയും കുയിലിന്റെയും കളനാദം യാത്രയ്ക്ക് സംഗീതം പകർന്നു. ഒടുവിൽ മഞ്ഞക്കാടൻ മലയുടെ നെറുകയിലെത്തി. സ്വപ്നം പൂവണിഞ്ഞതിലുള്ള സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തി. കിഴക്കൻ ചക്രവാളത്തെ ചുംബിച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടത്തെ ഞങ്ങൾ കൺകുളിർക്കെ കണ്ടു. പൊന്നണിഞ്ഞ നെൽപ്പാടങ്ങൾ, പച്ചവിരിച്ച കുന്നിൻപുറങ്ങൾ, വെള്ളി അരഞ്ഞാണ് പോലെ വെട്ടിത്തിളങ്ങുന്ന ഭാരതപ്പുഴ, കറുത്ത നൂലുപോലെ നീണ്ടുപോകുന്ന ദേശീയപാത, പഞ്ഞിക്കെട്ടുപോലെ ഒഴുകി നടക്കുന്ന വെൺമേഘങ്ങൾ, സന്തോഷത്തോടെ തത്തിക്കളിക്കുന്ന തുമ്പിക്കൂട്ടം. സൂര്യൻ പോലും ചൂട് കുറച്ച് ഞങ്ങളുടെ യാത്രയ്ക്ക് സ്വാഗതം മോദി. കാഴ്ചയുടെ മതിവരാത്ത സൗന്ദര്യം നുകർന്ന് പതുക്കെ മലയിറങ്ങുമ്പോൾ വീണ്ടും വരാമെന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു യാത്രാ വിവരണമാണ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉചിതമായ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ആതിരയുടെ ഏതാഗ്രഹമാണ് പൂവണിയാൻ പോകുന്നത്? പശ്ചിമഘട്ടം കയറാനുള്ളത്, പഠനയാത്ര പോകാനുള്ളത്, വാട്ടർ തീം പാർക്കിൽ പോകാനുള്ളത്, മഞ്ഞക്കാടൻ മല കയറാനുള്ളത്. ഏതായിരുന്നു? മഞ്ഞക്കാടൻ മല കയറാനുള്ളത് എന്നാണ്. മല കയറുമ്പോൾ യാത്രാ സംഘത്തിന്റെ ഏറ്റവും മുന്നിലുള്ളത് ആരാണ്? മല കയറുമ്പോൾ ഏറ്റവും മുന്നിൽ PTA പ്രസിഡന്റ് അജേഷ്. ആരായിരുന്നു? PTA പ്രസിഡന്റ് അജേഷ് ആയിരുന്നു. മലകയറ്റത്തിനിടയിൽ അല്പം ഭയം സൃഷ്ടിച്ച സന്ദർഭം ഏത്? കാട്ടുപന്നിക്കൂട്ടം പന്ത് പോലെ തെന്നിത്തെറിച്ചു പോയത്. ഭാരതപ്പുഴ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ കുട്ടിക്ക് തോന്നിയത് എന്ത്? വെള്ളി അരഞ്ഞാണം പോലെ വെട്ടിത്തിളങ്ങുന്നത്.
കുട്ടികളുടെ യാത്രയ്ക്ക് പ്രകൃതി പോലും സഹായകമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെ? ഇളം കാറ്റ് ആശ്വസിപ്പിക്കാൻ ഓടിയെത്തിയതും സൂര്യൻ പോലും ചൂട് കുറച്ചത് കൊണ്ട്. ഓക്കെ, ഇത് രണ്ട് കാര്യവും അവിടെ വരുന്നു. പ്രവർത്തനം 2 സംഭാഷണം എഴുതാം എന്നുള്ളതാണ്. കുട്ടിയും തത്തയും. കൂട്ടിലകപ്പെട്ട കൊച്ചു തത്തേ, എങ്ങു പോയിടുവാൻ ഏറെ ഇഷ്ടം. നാടായ നാടൊക്കെ പാറി നടക്കണം, കൂട്ടരോടൊത്ത് കളിച്ചിടണം. പാരിതിൽ അങ്ങനെ പാടി നടക്കണം, പിന്നെയും മോഹങ്ങൾ ബാക്കിയില്ലേ. മാതാപിതാക്കളെ കണ്ടിടേണം, സോദരോടൊത്ത് കഴിഞ്ഞിടേണം. ഭക്ഷണ കാര്യത്തിൽ എന്തു ചിന്ത ചൊല്ലിടൂ എന്നുടെ കൊച്ചു തത്തേ. കായ്കനി ആകെ കുറിച്ചിടേണം, വിത്തിന്റെ സ്വാദും അറിഞ്ഞിടേണം. എല്ലാം കഴിഞ്ഞിങ്ങ് വന്നിടുമോ, ഞങ്ങളെ കാണുവാൻ എത്തിയിടുമോ. വന്നിടാം സോദര നിന്നെ കാണാൻ, കൂട്ടിലേക്കൊട്ടുമേ ഇല്ല കുഞ്ഞെ. അപ്പൊ കവിത വായിച്ചല്ലോ. കവിതയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കുട്ടിയും ഈ തത്തയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ്. ഇവിടെ ചോദിക്കുകയാണ്, കൂട്ടിലകപ്പെട്ടു പോയ കൊച്ചു തത്തയെ എവിടെ പോവാനാണ് ഏറ്റവും ഇഷ്ടമെന്ന് കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ തത്ത മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സംഭാഷണം എഴുതൂ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാനാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി നാം പലപ്പോഴും ധാരാളം ഭക്ഷ്യവിഭവങ്ങൾ പാഴാക്കി കളയുന്നു. എന്നാൽ ലോകത്തിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിണി കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. ഭക്ഷണ സാധനങ്ങൾ പാഴാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നായിരുന്നു. പോസ്റ്റർ തയ്യാറാക്കാനായിരുന്നു മൂന്നാമത്തെ പ്രവർത്തനം. നാലാമത്തെ പ്രവർത്തനം ദൃക്സാക്ഷി വിവരണം. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ നടക്കുന്ന കാലമാണല്ലോ. നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു ഉത്സവത്തിന് ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കൂ. ദൃക്സാക്ഷി വിവരണം, ഏതെങ്കിലും ഒരു ഉത്സവത്തിന് ദൃക്സാക്ഷി വിവരണം എഴുതുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 4. പ്രവർത്തനം 5 ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ഇവിടെ ജനനം, മരണം, അച്ഛൻ, ഏതൊക്കെ രീതിയിൽ പ്രശസ്തനാണ്, അവാർഡുകൾ, കൃതികൾ, ഇതൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം നിവേദനം തയ്യാറാക്കുക എന്നുള്ളതാണ്. സുന്ദരപുരം GLP സ്കൂളിൽ വിനുവിന് മാത്രമാണ് സൈക്കിൾ ഉള്ളത്. അവൻ ഒരു ദിവസം സൈക്കിളുമായി സ്കൂളിലെത്തി. കുട്ടികൾ അതിനു ചുറ്റും തടിച്ചുകൂടി. സൈക്കിൾ സവാരി നല്ല വ്യായാമമാണെന്ന് അധ്യാപകൻ പറഞ്ഞു. സൈക്കിൾ ഓടിക്കാൻ എല്ലാവർക്കും മോഹം തോന്നി. അതിനായി വേണ്ടത്ര സൈക്കിൾ ലഭിക്കാൻ കുട്ടികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം നൽകാൻ തീരുമാനിച്ചു. നിങ്ങളുടെ വിദ്യാലയത്തിലും ആവശ്യമുള്ള സൈക്കിൾ ലഭിക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു നിവേദനം തയ്യാറാക്കുക. അപ്പൊ നിവേദനം ആർക്കാണ്? പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. നിവേദനം എന്താവശ്യമാണ്? സൈക്കിൾ, സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായ സൈക്കിൾ ലഭിക്കുവാനുള്ള നിവേദനമാണ്. അപ്പോൾ നിവേദനം തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു 6ാമത്തെ പ്രവർത്തനം. ഇതായിരുന്നു 4ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, എല്ലാവർക്കും ഈ എക്സാം എളുപ്പമായിരുന്നു കാണും. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും എഴുതിയില്ലേ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.